ഓം ശാന്തി. ബ്രഹ്മാവ് തൻ്റെ സങ്കല്പം കൊണ്ട് സൃഷ്ടി രചിച്ചു. മനുഷ്യന്മാരും അതെ, സ്വന്തം സങ്കല്പം കൊണ്ടാണ് ഭാഗ്യവും ദുർഭാഗ്യവും ഒക്കെ ഉണ്ടാക്കുന്നത്. പക്ഷേ ഏതെങ്കിലും മനുഷ്യന്മാർ ഇതിനെക്കുറിച്ച് എത്രത്തോളം അവെയറാണ്, ബോധവാന്മാരാണെന്ന് ചോദിച്ചാൽ അത് വളരെ ചുരുക്കം മനുഷ്യന്മാർ മാത്രമേ ഉള്ളൂ. അധികം പേർക്കും തൻ്റെ മനസ്സിലൂടെ ഒഴുകുന്ന വിചാരങ്ങൾ എന്താണ്, തോട്ട് എന്താണ്, അതിനെക്കുറിച്ച് ശ്രദ്ധിക്കാറ് പോലുമില്ല എന്നുള്ളതാണ് വാസ്തവം. ഒരു ലൈറ്റ് കത്തിപ്പൊക്കെടുക്കുകയാണെങ്കിൽ നമ്മൾ പറയും കറണ്ട് വേസ്റ്റ് ആവുകയാണ്, ലൈറ്റ് ഓഫാക്കുക. പൈപ്പ് തുറന്ന് വെള്ളം പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ പറയും വെള്ളം വേസ്റ്റ് ആവുകയാണ്, വെള്ളം അമൂല്യമാണ്, അതിനെ പൈപ്പ് ഓഫാക്കുക. ഇങ്ങനെ സ്ഥൂലമായ ഏതൊരു വസ്തുവാണെങ്കിലും, വെള്ളമാണെങ്കിലും കറണ്ടാണെങ്കിലും പൈസയാണെങ്കിലും ഒക്കെ നമ്മൾ വളരെ കെയർഫുള്ളാണ്. പക്ഷേ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലെ വിചാരങ്ങൾ എന്തൊക്കെയോ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് തടസ്സം ഉണ്ടാക്കുന്നുണ്ട്. അതിനെ നമ്മൾ ശുദ്ധാക്കണം, ശക്തമാക്കണം. അങ്ങനത്തെ വിചാരങ്ങളൊക്കെ വരുന്നത് വളരെ ചുരുക്കം പേർക്ക്. ആരാണോ അത്തരം വിചാരങ്ങൾ ഉള്ളവർ, അവരവരുടെ സങ്കല്പങ്ങളെ ശ്രേഷ്ഠാക്കുകയും പവർഫുള്ളാക്കുകയും വിജയത്തിലേക്ക് പോകുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ഉള്ളിലെ വിചാരങ്ങളെന്ന് പറയുന്നത് അവൻ്റെ ശക്തിയുടെ ആധാരമാണ്. ഈ വിചാരം അഥവാ തോട്ട്സ് എന്ന് പറയുന്നത് അവൻ്റെ ടൂളാണ്. സക്സസ്സിലേക്കുള്ള ടൂളാണ് നമ്മുടെ തോട്ട് എനർജി എന്ന് പറയുന്നത്. ഈ തോട്ടിനെ നമുക്ക് വേണമെങ്കിൽ ഒരു വാളായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒരു പരിചയമായിട്ട് ഉപയോഗിക്കാം. പരിചയ കൊണ്ട് നമുക്ക് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുമ്പോൾ വാൾ കൊണ്ട് നമുക്ക് മുറിക്കാൻ സാധിക്കും. അപ്പോൾ ഒരു വ്യക്തി എങ്ങനെ അതിനെ ഉപയോഗിക്കുന്നു എന്നതിൻ്റെ ആധാരത്തിലാണ് അത് വാളായിട്ടാണോ പരിചയമായിട്ടാണോ ഉപയോഗിക്കുന്നത് എന്ന് തീരുമാനിക്കപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ സങ്കല്പങ്ങളെ വാളായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ വാളിൻ്റെ മൂർച്ച എങ്ങനെയാണോ, നമ്മൾ മൂർച്ചയുള്ള വാളുകൊണ്ടാണെങ്കിൽ ഒരു വെട്ടിന് ഏതൊരു സാധനവും 2 കഷ്ണമായി മാറും. മൂർച്ചയില്ലാത്തൊരു വാളാണെങ്കിലോ വീണ്ടും വീണ്ടും വെട്ടിക്കൊണ്ടിരിക്കുക, പക്ഷെ അത് മുറിയില്ല. അത് മുറിയാണെങ്കിൽ തന്നെ പ്രോപ്പറായ ഷേപ്പിലായിരിക്കില്ല, ആ രീതിയിലൊക്കെ ആയിരിക്കും. ഇതേപോലെ തന്നെയാണ് നമ്മുടെ സങ്കല്പങ്ങളും. സങ്കല്പങ്ങളാകുന്ന വാളിനെയും നമ്മൾ എത്ര മൂർച്ചപ്പെടുത്തുന്നോ അത്രയും നമുക്ക് വേഗം കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും. ഈ സങ്കല്പങ്ങളുടെ മൂർച്ച അത് നെഗറ്റീവ്ലിയും ആകാം, പോസിറ്റീവ്ലി ആകാം. നെഗറ്റീവ്ലി ചാർജ് ആവുന്നതും പോസിറ്റീവ്ലി ചാർജ് ആവുന്നതും ഒക്കെ നമ്മൾ അനുഭവിക്കാറുണ്ട്. പലപ്പോഴും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് പോകുന്ന സമയത്ത് നമ്മുടെ ഗുരുക്കന്മാരോട്, അല്ലെങ്കിൽ മാതാപിതാക്കളോട്, അല്ലെങ്കിൽ നമ്മളെക്കാൾ മുതിർന്നവരോട് അനുഗ്രഹം ചോദിക്കാറുണ്ട്. അനുഗ്രഹം എന്ന് വെച്ചാൽ എന്താ അർത്ഥം? അവരുടെ മനസ്സ് നിറഞ്ഞ് സന്തോഷത്തോടു കൂടി നമ്മളതിൽ വിജയിച്ചു വരട്ടെ, അല്ലെങ്കിൽ സക്സസ് ആവട്ടെ എന്നൊക്കെ നമുക്ക് തരുന്ന അനുഗ്രഹം. അത് പോസിറ്റീവിലാണ്. ബ്ലെസ്സിങ്, അനുഗ്രഹം എന്ന് വെച്ചാൽ എന്താ അർത്ഥം? പോസിറ്റീവ്ലി ചാർജായ തോട്ടാണ്. അതേസമയം ശാപം എന്ന് പറഞ്ഞാലോ, ശപിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വാക്കുകൊണ്ട് നീ നശിച്ചു പോട്ടെ എന്ന് പറയുന്നത് മാത്രമല്ല, ഈ നെഗറ്റീവ് എനർജി കൊണ്ട് ചാർജായിരിക്കുന്ന, ഷാർപ്പായിരിക്കുന്ന നമ്മുടെ സങ്കല്പത്തിൻ്റെ വാളിൻ്റെ അനുഭവം മിക്കവാറും പേർക്കുണ്ടാകും. ചിലപ്പോൾ നമ്മൾ ചെടീനെ നന്നായി നട്ട് വളർത്തിയതാകും. അത് നന്നായി വളർന്ന് പുഷ്പിച്ച് നിറയെ മനോഹരമായിട്ട് ആരെയും കണ്ടാൽ ആകർഷിക്കുന്ന മാതിരി നിൽക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു അടുത്ത ആളോ പരിചയക്കാരോ അയൽപ്പക്കക്കാരോ വന്നു കണ്ടു. ചിലവർ ആഹാ എന്തൊരു മനോഹരമായിട്ടാണ് നിൻ്റെ വീട്ടിൽ ചെടി ഉണ്ടായത്, അത്ഭുതം തന്നെ കേട്ടോ, വണ്ടറായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞങ്ങ് പോകും. പിറ്റേ ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം ആകുമ്പോഴേക്കും നിന്ന നിൽപ്പിൽ ഉരുകി അങ്ങ് ചെടി പോകും. ഇങ്ങനെ പലർക്കൊക്കെ അനുഭവം ഉണ്ടാവും. സിസ്റ്റർക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് കൊച്ചുമക്കൾ. അവർ കാണുമ്പോൾ തന്നെ അവരുടെ മനസ്സ് അത്രയും ശുദ്ധമായിരിക്കുന്നത് കൊണ്ട് ദേവന്മാരെ പോലെ ഉദിപ്പാണ് കൊച്ചുമക്കൾക്ക്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ നെഗറ്റീവായ തോട്ട്സിൻ്റെ ആ ഒരു പ്രഭാവം ഇല്ലാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, കുട്ടികൾക്ക് കവളിൽ ചെറിയൊരു കറുത്ത പൊട്ടിടും. കാരണം ഇത് ആ പൊട്ടിലേക്ക്, അല്ലെങ്കിൽ പൊട്ട് നേരെ വയ്ക്കാതെ സൈഡിലേക്ക് മാറ്റിയിടും. കാരണം നെഗറ്റീവ് സങ്കല്പത്തിൻ്റെ പ്രഭാവം അവരുടെ മേലേൽക്കാതിരിക്കാനുള്ള ഒരു സേഫ്റ്റി മാർഗം. കാരണം നെഗറ്റീവ് സങ്കല്പത്തിൻ്റെ അറ്റാക്ക് നിരന്തരം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. നല്ലൊരു ഡാൻസ് പെർഫോമൻസ് കഴിഞ്ഞാൽ ഉടനടി ചിലർക്ക് അത് വളരെയധികം അങ്ങ് ഡാൻസ് പെർഫോമൻസോ നല്ലൊരു പാട്ടുപാട് എന്തെങ്കിലും അവരുടേതായ ക്രിയേറ്റീവായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ എല്ലാവരും കണ്ട് അത്ഭുതപ്പെട്ട് കഴിയുമ്പോൾ അതോടുകൂടി ചിലപ്പോൾ അവർക്ക് വയ്യാതാകുന്ന അവസ്ഥ. പിന്നെ നമ്മുടെ നാടൻ ശൈലിപ്രകാരം നമ്മുടെ വീട്ടിലുള്ള മുതിർന്നവർ കണ്ണെടുക്കുക എന്നൊക്കെ പറഞ്ഞ് ഉപ്പൊഴിഞ്ഞിടുക, അങ്ങനെ പല പല രീതികളും നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടാവും. ചിലപ്പോൾ നിങ്ങളും പ്രവർത്തിക്കുന്നും ഉണ്ടാകും. ഇതൊക്കെ എന്താണ്?
കാരണം നെഗറ്റീവ് എനർജിയെ ചാർജ് ചെയ്യാൻ വേണ്ടി നമുക്ക് പ്രത്യേകമായൊരു ട്രെയിനിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. ഈ പ്രപഞ്ചത്തിൽ അധികം നിറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ വേസ്റ്റും നെഗറ്റീവും തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ നിന്ന് നമ്മളറിയാതെ ഒരു നെഗറ്റീവ് തോട്ട് അഥവാ ഒരു വേസ്റ്റ് തോട്ട് നമ്മളിലേക്ക് വരുമ്പോഴേക്കും അത് ശക്തമായ പ്രവാഹമായി വരും. നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടിയും വരും. ഇത് പണ്ട് കാലങ്ങളെ മുതലുള്ള വിശ്വാസമാണ്, അനുഭവങ്ങളുമാണ്. പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ ബേക്കറി ഐറ്റംസ് ഒന്നും കടയിൽ നിന്ന് അധികം വാങ്ങലല്ലോ ചെയ്യുക, വീടുകളിൽ തന്നെ ഉണ്ടാക്കുകയാണ് ചെയ്യുക. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അച്ഛനമ്മമാർ രാത്രി കാലങ്ങളിൽ കുട്ടികളൊക്കെ ഉറങ്ങിയതിന് ശേഷം ആരും ഇല്ലാത്ത സമയത്ത് പലഹാരം ഉണ്ടാക്കും. എന്തിനാണെന്നറിയോ? ഒരു പലഹാരം ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും ആഹാ എന്ന് പറഞ്ഞ് തുള്ളിച്ചാടുമായിരിക്കും ചിലപ്പോൾ കുട്ടികൾ. അല്ലെങ്കിൽ കാണാൻ വന്ന് നിൽക്കുന്ന ഒരാൾ, കണ്ടു നിൽക്കുന്ന ഒരാൾ അത്ഭുതത്തോടു കൂടി അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പലഹാരം ഉണ്ടാവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ എന്താണ് നമ്മൾ കാണിക്കുന്നത്? നെഗറ്റീവ് തോട്ട് എനർജിയുടെ പവർഫുള്ളായിരിക്കുന്ന ഒരു പ്രവാഹം നമുക്കുണ്ടാക്കുന്ന മുറിവുകൾ അഥവാ പ്രത്യാഘാതങ്ങൾ. അപ്പം ഇതേപോലെ നമ്മുടെ പോസിറ്റീവ് തോട്ട് എനർജീനെ നമ്മൾ പവർഫുള്ളാക്കുകയാണ് എങ്കിൽ എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അത് നമുക്ക് തത്സമയം തന്നെ നമ്മളിലേക്ക് ആകർഷിക്കാനും സ്വന്തമാക്കാനും വിജയത്തിൻ്റെ ആധാരമാക്കാനും നമുക്ക് സാധിക്കും. പക്ഷേ പോസിറ്റീവ്ലി ആകർഷിക്കണമെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണം അഥവാ പഠിക്കണം. അപ്പോൾ ഇതിന് നമ്മൾ ഈ സമയത്ത് ആ പോസിറ്റീവിലേക്ക് നമ്മുടെ തോട്ട്സിനെ ചാർജ് ചെയ്യാൻ തോട്ടിനെ കുറിച്ച് കുറച്ചുകൂടി പഠിക്കുകയാണ്. പല ക്ലാസ്സുകളിലും തോട്ട്സിനെ കുറിച്ച് നമ്മൾ ഒരുപാട് പഠിച്ചു കഴിഞ്ഞതാണ്. അതുകൊണ്ട് വളരെ ചുരുക്കി പറയുകയാണ് സിസ്റ്റർ തോട്ട്സിനെ കുറിച്ച്. തോട്ട് എനർജി എന്ന് പറയുന്നത് അഥവാ ഒരു വ്യക്തിയുടെ മനസ്സിലൂടെ ഒഴുകുന്ന വിചാരങ്ങൾ, തോട്ട്സ്, സങ്കല്പങ്ങൾ എന്ന് പറയുന്നത് 4 ടൈപ്പാണുള്ളത്. പോസിറ്റീവ്, നെഗറ്റീവ്, വേസ്റ്റ്, നെസസറി തോട്ട്സ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? നമ്മുടെ നിത്യജീവിതത്തെ കൊണ്ടുപോകുന്ന ആ ഒരു ടൈപ്പ് ഓഫ് തോട്ട്സ്, പാറ്റേൺ ഓഫ് തോട്ട്സ്. അത് ഒരുപാട് എനർജി നമ്മൾ കൺസ്യൂം ചെയ്യുകയൊന്നും ചെയ്യില്ല. അതിനാണ് പറയുക അവശ്യ ചിന്തകൾ അഥവാ നെസസറി തോട്ട്സ്. ഇനി വേസ്റ്റ് തോട്ട്സ് ഞാൻ പറഞ്ഞാൽ എന്താ അർത്ഥം? രാവിലെ പ്രഭാതത്തിൽ ഉണർന്ന് ഈ സമയം വരെ എന്തെല്ലാം തോട്ട്സ് നമ്മുടെ ഉള്ളിലൂടെ ഒഴുകി എന്ന് ചോദിച്ചാൽ ചിന്തിച്ചുകൊണ്ടിരുന്നു പലതും, എന്താ ചിന്തിച്ചെന്ന് വലിയ ഐഡിയ ഒന്നുമില്ല. അപ്പം നമ്മളുടെ അറിവ് പോലും ഇല്ലാതെ നിരന്തരം ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ ചിന്താധാരേനെ നമുക്ക് പറയാം വേസ്റ്റ് തോട്ട്സ്. ഇനി നെഗറ്റീവ് തോട്ട്സിൻ്റെ എന്താ അർത്ഥം? ദേഷ്യം, കോപം, അല്ലെങ്കിൽ റിവെഞ്ച്, പ്രതികാരം, ഇങ്ങനെ അസൂയ തുടങ്ങിയ നെഗറ്റീവ് വിചാരങ്ങൾ കൊണ്ട് നമുക്കും മറ്റുള്ളവർക്കും നഷ്ടമുണ്ടാക്കുന്ന വിചാരധാര, അതിനെയാണ് നമ്മൾ പറയുന്നത് നെഗറ്റീവ് തോട്ട്സ്. പോസിറ്റീവ് തോട്ട്സിന് എന്താ അർത്ഥം? സ്നേഹം, വിശ്വാസം, ശക്തി, ഇതുകൊണ്ടൊക്കെ ചാർജ് ചെയ്യപ്പെട്ട തോട്ട്സാണ്. അപ്പോൾ നമ്മളിവിടെ സ്റ്റഡി ചെയ്യേണ്ടത്, കൂടുതൽ ഇന്ന് സ്റ്റഡി ചെയ്യുന്നത് പോസിറ്റീവ് തോട്ട്സിനെയാണ്. പോസിറ്റീവ് തോട്ട്സിൻ്റെയും ഏറ്റവും ശക്തമായ സ്ഥിതിയിലെത്തുന്നതിനേക്കാൾ മുന്നേ 4 സ്റ്റേജിലൂടെ കടന്നു പോകണം. ആദ്യം പോസിറ്റീവ് തോട്ട്സ്, പിന്നെ പ്യുവർ തോട്ട്സ് അഥവാ പവിത്രമായ സങ്കല്പങ്ങൾ, അത് കഴിഞ്ഞാൽ ശ്രേഷ്ഠ സങ്കല്പം അഥവാ എലവേറ്റഡ് തോട്ട്സ്, ഏറ്റവും ഹൈ ആയ സ്റ്റേജാണ് പവർഫുൾ തോട്ട്സ് അഥവാ ശക്തിശാലി സങ്കല്പം. എന്താണ് പോസിറ്റീവ് തോട്ട്സ് എന്ന് പറയുന്നത്? നമ്മളെക്കുറിച്ചും എല്ലാവരെക്കുറിച്ചും നല്ലത് ചിന്തിക്കുക. അപ്പോൾ അതിന് പോസിറ്റീവ് തോട്ട്സ്, ശുദ്ധസങ്കല്പം എന്നൊക്കെ പറയും. പ്രാർത്ഥിക്കുമ്പോഴും ശ്രദ്ധിക്കണം, ഭഗവാനെ എനിക്കത് തരണേ, ഭഗവാനെ അവർക്ക് കൊടുക്കണേ, ഭഗവാനെ അവരെ നോക്കണേ. ഇത് നെഗറ്റീവ് തോട്ട്സിൻ്റെ ഒരു പ്രഭാവമാണ്. ഭഗവാനെ തരണേ എന്ന് പറയണമെങ്കിൽ ആ തരണമേ എന്നുള്ള വാക്കിൽ തന്നെ ഒതുങ്ങിയിരിക്കുന്നു ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ല എന്നർത്ഥം. ഭഗവാൻ നമ്മുടെ സ്വന്തമായിരിക്കും, നമുക്ക് തരണമേ എന്ന് യാചിക്കേണ്ട ആവശ്യമില്ല. ഭഗവാൻ തന്നതിന് നന്ദി. ഹൈലി പോസിറ്റീവ്, ശുദ്ധമാക്കിക്കൊണ്ട് ശുദ്ധസങ്കല്പങ്ങളെ നമ്മൾ കൊണ്ടുവരണം. രണ്ടാമത്തേതാണ് പ്യുവർ തോട്ട്സ് അഥവാ പവിത്ര സങ്കല്പങ്ങൾ. അതിൽ നമുക്ക് ശുഭഭാവന, ശുഭകാമന, എല്ലാവരുടെയും നന്മയെക്കുറിച്ച് ചിന്തിക്കുക, എല്ലാവരുടെയും ഗുണങ്ങളെ കാണുക, നമ്മുടെയും ഗുണങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. അപ്പോൾ കുറച്ചുകൂടി ഉയർന്ന ചിന്തയായി അതിനെയാണ് പറയുക ശുഭഭാവന, ശുഭകാമന അഥവാ പവിത്ര സങ്കല്പങ്ങൾ അഥവാ പ്യുവർ തോട്ട്സ്. ഇന്നത്തെ നമ്മുടെ പൊതുവെ ട്രെൻഡ് 99 ഗുണങ്ങളുള്ള ഒരു വ്യക്തിയിലും ഒരു അവഗുണം ഉണ്ടെങ്കിൽ ആ അവഗുണത്തിനെ എല്ലാവരും കോട്ട് ചെയ്ത് പറയാം. പക്ഷെ നമ്മളെ പരിവർത്തനപ്പെടുത്തേണ്ടത് 99 അവഗുണങ്ങളുള്ളൊരു വ്യക്തിയാണെങ്കിൽ പോലും ഒരു ഗുണം ഉണ്ടെങ്കിൽ ആ ഗുണത്തെ മാത്രം നമ്മൾ ചിന്തിക്കണം. അതിനാണ് പറയുക
പവിത്രമായ സങ്കല്പം. ഇനി മൂന്നാമത്തെ സങ്കല്പമാണ് ശ്രേഷ്ഠ സങ്കല്പം. അതായത് നമ്മൾ ഈശ്വരൻ്റെ കുട്ടിയാണ്, നമ്മുടെ ഉള്ളിൽ ശാന്തി നിറയേണ്ടത്. നമ്മൾ ശാന്തി, ശക്തി, സ്നേഹം, പവിത്രത തുടങ്ങിയ ഗുണങ്ങളൊക്കെ തന്നെ നമ്മുടെ ഉള്ളിലുണ്ടെന്നുള്ള അനുഭൂതിയിൽ ഞാൻ ശാന്തി സ്വരൂപമാണ്, പവിത്രത സ്വരൂപമാണ്, ശക്തി സ്വരൂപമാണ്, ഇങ്ങനെയുള്ള ശ്രേഷ്ഠ സങ്കല്പങ്ങളിൽ നമ്മുടെ മനസ്സിനെ സ്ഥിതരാക്കുമ്പോൾ അതിനെയാണ് പറയുക എലവേറ്റഡ് തോട്ട്സ് അഥവാ ശ്രേഷ്ഠ സങ്കല്പം. ഈ അനുഭൂതി ഒന്നിൽ തന്നെ സ്ഥിരമായി നിൽക്കുന്ന അവസ്ഥയിൽ ഞാൻ അതാണെന്ന അവസ്ഥയിലേക്ക് ഉയരുമ്പോൾ അതിനെയാണ് പറയുന്നത് പവർഫുൾ തോട്ട്സ്. അതാണ് അനുഗ്രഹമായി തീരുന്നത്. പവർഫുൾ തോട്ട്സിൻ്റെ അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സ് ഉയർന്നു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നു, പ്രവർത്തിക്കുന്നു. ചിന്തയുടെയും പ്രവൃത്തിയുടെയും ഇടയിൽ ഗ്യാപ്പില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചേരും. ദാറ്റ് ഈസ് പവർഫുൾ തോട്ട്സ്. അപ്പോൾ എപ്പോഴാണോ നമ്മുടെ ഉള്ളിൽ പോസിറ്റീവ് തോട്ട്സിനെ പവർഫുൾ തോട്ട്സിലേക്ക് പരിവർത്തനപ്പെടുത്തും വിധം നമ്മൾ പ്രവർത്തിക്കുന്നത്, അതോടുകൂടി നമുക്കൊന്നിനു വേണ്ടിയും അലയേണ്ട ആവശ്യം ഉണ്ടാവില്ല. ജീവിതം വിജയം നമ്മുടെ സ്വന്തമായി തീരും. പക്ഷെ ആ അവസ്ഥയിലേക്ക് എത്തിക്കണമെങ്കിൽ നമ്മൾ സെൽഫ് അറ്റൻഷൻ നിർബന്ധമാണ്. എത്രത്തോളം നമ്മുടെ ഉള്ളിൽ എന്താണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് എന്ന ഒരു ശ്രദ്ധ എന്ന കാവൽക്കാരനെ നമ്മളെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. അങ്ങനെയാണെങ്കിൽ ഉള്ളിലൊഴുകുന്ന വിചാരങ്ങളെക്കുറിച്ച് നമുക്കൊരു ബോധം ഉണ്ടാവും. ഈ ബോധത്തോടു കൂടി സെൽഫ് അറ്റൻഷനോട് കൂടി നമ്മൾ പോസിറ്റീവ് തോട്ട്സിനെ നിലനിർത്തുന്നോ അതിനെ ശക്തിശാലിയാക്കണമെങ്കിൽ ദിവസവും നമ്മൾ മെഡിറ്റേഷനും പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ സെൽഫ് അറ്റൻഷനിലൂടെ സെൽഫ് അവെയറായി നിങ്ങൾ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുകയാണ് എങ്കിൽ നമ്മുടെ ഉള്ളിലെ വിചാരങ്ങളുടെ നമ്പർ കുറച്ച് പവർഫുള്ളാക്കി മാറ്റുന്നതിലൂടെ വിജയം ഒരു സങ്കല്പത്തിൻ്റെ ദൂരത്തിൽ നമുക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കും. ഈ അവസ്ഥയിലേക്ക് നമ്മളെ ഉയർത്താൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുമ്പോൾ ജീവിതം വിജയപ്രദമായി മാറും. നിങ്ങൾക്കും ഓരോരുത്തർക്കും ഇതുപോലെ സ്വയം ശ്രദ്ധിച്ച് സ്വന്തം ഒരു ബോധം കൊണ്ടുവന്ന് മെഡിറ്റേഷനിലൂടെ ഉയർന്ന അവസ്ഥയിലെത്താൻ നിങ്ങളുടെ ആയുധമായിരിക്കുന്ന സങ്കല്പത്തെ ഷാർപ്പ് ചെയ്യാനും അതിനുപയോഗിക്കാനും സാധിക്കട്ടെ. ഓം ശാന്തി. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനായി മൊബൈൽ സ്ക്രീനിൽ യൂട്യൂബ് എന്ന ആപ്ലിക്കേഷൻ തുറന്ന് മുകളിൽ സെർച്ച് ബാറിൽ BK സ്പേസ് ഷീജ എന്ന് ടൈപ്പ് ചെയ്യണം. തുടർന്ന് സബ്സ്ക്രൈബ് എന്ന ചുവന്ന നിറത്തിലുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ വലതുവശത്ത് പ്രത്യക്ഷപ്പെടുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന അതേ സമയം നോട്ടിഫിക്കേഷൻ മൊബൈലിൽ ലഭിക്കാനും വീഡിയോ കാണാനും സാധിക്കുന്നതാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ഓരോരുത്തർക്കും നന്ദി.